എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനുഷ്യൻ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത എന്നാൽ വേണ്ട രണ്ട് സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്തായിരിക്കും? അത് മനുഷ്യത്വമാണെന്ന് ചിലർ പറയും, ഹ്യൂമാനിറ്റി. ആ മനുഷ്യത്വത്തിനും ഒരടിസ്ഥാനമുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നിങ്ങളെ ഞാൻ രണ്ട് വാക്കുകൾ പരിചയപ്പെടുത്താം. ആ വാക്കുകൾ ഇതാണ്: സിമ്പതിയും പിന്നെ എംപതി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. ഈ രണ്ട് വാക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യമായി സിമ്പതി എന്താണെന്ന് നോക്കാം. സിമ്പതി എന്ന വാക്കിൻ്റെ അർത്ഥം സഹതാപം എന്നാണ്. അതുപോലെ എംപതി എന്നാൽ സഹാനുഭൂതി എന്നും. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് വിവരിക്കാം. ഒരു പാർക്കിൽ രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിക്കിടയിൽ അതിലൊരു കുട്ടി താഴെ വീഴുന്നു. ആ കുട്ടിക്ക് പരിക്ക് പറ്റുന്നു. അപ്പോൾ രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട്, ഓ കഷ്ടം, നിനക്ക് വല്ലതും പറ്റിയോ? ഇങ്ങനെ ചോദിക്കുന്ന ആ കുട്ടിയാണ് സിമ്പതി എന്ന് വിളിക്കുന്നത്. ഇനിയും വീണ് കിടക്കുന്ന അതേ കുട്ടിയുടെ അടുത്തേക്ക് മറ്റൊരു കുട്ടി ഓടി വരുന്നു. മൂന്നാമത്തെ കുട്ടി വീണ് കിടക്കുന്ന ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അവൻ്റെ പരിക്കിന് ശുശ്രൂഷ ചെയ്യുന്നു, അവനെ സമാധാനിപ്പിക്കുന്നു. ഈ കുട്ടിയാണ് എംപതി എന്ന് പറയുന്നത്. ഒരാളെ വാക്കുകളാൽ ആശ്വസിപ്പിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കുന്നതിന് സിമ്പതി എന്നും, മറിച്ച് അതേ ആളുകളുടെ പ്രശ്നം തങ്ങളുടെയും കൂടെ പ്രശ്നമാണ്, അങ്ങനെ പറഞ്ഞ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് എംപതി എന്നും പറയുന്നു. നമ്മൾ പറയുന്ന മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ രണ്ട് വാക്കുകൾ തന്നെയാണ്, സിമ്പതിയും എംപതിയും. ഒരു തരത്തിൽ ഇത് രണ്ടും രണ്ട് മനോഭാവങ്ങൾ തന്നെയാണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു മനുഷ്യന് തീർച്ചയായിട്ടും വേണ്ടതുമാണ്. നിലവിലെ നമ്മുടെ സാമൂഹിക ജീവിതം എടുത്തു നോക്കിയാൽ 10ൽ ഒരാൾക്ക് പോലും ഈ ഗുണങ്ങളിലൊന്നും കാണാൻ സാധിക്കുകയില്ല. അടുത്ത കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ തന്നെ അതിനുദാഹരണമാണ്. ചെയ്യപ്പെടുന്ന കുറ്റത്തേക്കാൾ ഉപരി അതിനിരയാക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും കൂടുതലും നമുക്ക് വിഷമമാവുന്നത്. കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായ ആളുകൾ വരെ തൻ്റേതല്ലാത്ത കാരണത്താൽ ഓരോ ദിവസവും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് തൻ്റെ സമപ്രായക്കാരിൽ നിന്ന് പോലും ഇപ്പോൾ ചൂഷണങ്ങൾ നേരിടേണ്ട അവസ്ഥ വരുന്നു. ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തന്നെയാണ് അയാളെ ഇതെല്ലാം തന്നെ പഠിപ്പിക്കുന്നത്. കുറ്റവാളികളെയും നല്ലവരെയും സൃഷ്ടിക്കുന്നതും അതേ ചുറ്റുപാടും സമൂഹവും തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകളോട് എംപതറ്റിക്കും സിമ്പതറ്റിക്കുമായിട്ട് പെരുമാറാൻ പരിശീലിച്ചാൽ അവൻ്റെ ഉള്ളിൽ മനുഷ്യത്വം താനേ ഉടലെടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.